അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അനന്തരാവകാശം അതിൻ്റെ ചുരുക്കി നമുക്കൊന്ന് വിവരിക്കാം. ആരെല്ലാം എങ്ങനെല്ലാം എടുക്കുമെന്നുള്ളത്. ഇത് 3 വിഭാഗങ്ങളായിട്ടാണ് വരുന്നത്. ഒന്ന് പുരുഷന്മാർ മാത്രമുള്ളത്, മറ്റൊന്ന് സ്ത്രീകൾ മാത്രമുള്ളത്. അനന്തരാവകാശികളായി സ്ത്രീകളും പുരുഷന്മാരും വരുമ്പോൾ എങ്ങനെയൊക്കെ എടുക്കുമെന്ന് ചുരുക്കി നമുക്കൊന്ന് പറയാം. ഇതിൽ പുരുഷന്മാർ മാത്രമാണ് ഉള്ളത് എങ്കിൽ 3 ആളുകൾ മാത്രമേ അതിൽ അനന്തരാവകാശം എടുക്കുകയുള്ളൂ. ഒന്ന് മകൻ, മറ്റൊന്ന് ഉപ്പ, മൂന്നാമത് ഭർത്താവ്. ഇതിൽ ഉപ്പാക്ക് 6-1 വിഹിതം കിട്ടും, ഭർത്താവിന് 4-1 വിഹിതവും കിട്ടും. ബാക്കിയുള്ളതെല്ലാം മകനായിരിക്കും. ഇനി സ്ത്രീകൾ മാത്രമാണുള്ളതെങ്കിൽ 5 വിഭാഗക്കാരാണ് അനന്തരാവകാശം എടുക്കാനുണ്ടാകുക. ഒന്ന് മകൾ, മറ്റൊന്ന് മകൻ്റെ മകൾ, വേറെ ഒന്ന് ഉമ്മ, ഭാര്യ, പിന്നെ മറ്റൊന്നുള്ളത് ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരി. അങ്ങനെ വരുമ്പോൾ മകൾക്ക് എന്തുണ്ടാകും? പകുതി മകൾക്ക് ലഭിക്കും. പിന്നെ മകൻ്റെ മകൾക്ക് കിട്ടൽ 3/2 കിട്ടുക. ഉമ്മാക്ക് 6-1 കിട്ടും, ഭാര്യയ്ക്ക് 8-1 കിട്ടും. അതെല്ലാം കഴിച്ചത് ബാക്കിയുള്ളത് എന്തായിരിക്കും? സഹോദരിക്കും ലഭിക്കുന്നതാണ്. ഇനി പുരുഷന്മാരും സ്ത്രീകളും എല്ലാം അനന്തരാവകാശം ഉണ്ടായാൽ ആരെല്ലാം അനന്തരം എടുക്കുമെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അത് 5 വിഭാഗമാണുള്ളത്. ഒന്ന് മാതാപിതാക്കൾ, മറ്റൊന്ന് മകൻ, വേറെ ഒന്ന് മകൾ, മറ്റൊന്ന് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. ഇങ്ങനെയായിരിക്കും അനന്തരാവകാശം എടുക്കുക. അങ്ങനെ വരുമ്പോൾ മാതാപിതാക്കൾക്ക് 6-1 പകുതി ഉണ്ടാകും. അങ്ങനെ ഒരു എന്നാൽ മരിച്ചത് ഭാര്യയാണ് എങ്കിൽ ഭർത്താവിന് 4-1 ലഭിക്കും. മരിച്ചത് ഭർത്താവാണ് എങ്കിൽ ഭാര്യയ്ക്ക് 8-1 വിഭാഗവുമായിരിക്കും ഉണ്ടാക്കുക. ബാക്കിയുള്ളത് പകുതി മകളും മകനും ഓഹരി വെച്ച് എടുക്കും. അങ്ങനെ വരുമ്പോൾ മകൾക്ക് ലഭിക്കുന്നതിൻ്റെ ഇരട്ടിയായിരിക്കും, അഥവാ സ്ത്രീകളെക്കാൾ ഇരട്ടി പുരുഷന് മകന് ലഭിക്കും. ഇതാണ് അനന്തരാവകാശത്തിന് ലഭിക്കുന്ന ഓരോരുത്തരുടെയും കാറ്റഗറി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.